ഹലോ ആർമീസേ, എങ്ങനെയാണ് എം എ അവാർഡ്സിൽ വോട്ട് ചെയ്യാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ എംനെറ്റ് പ്ലസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ നമ്മൾ ജിമെയിൽ വെച്ചോ അതോ നമ്മുടെ ഗൂഗിൾ വെച്ചോ നമ്മൾ ലോഗിൻ ചെയ്യണം. ഗൂഗിൾ വെച്ച് ലോഗിൻ ചെയ്യാനാണ് കുറച്ചും കൂടി ഈസി. അങ്ങനെ ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ 2025 എം എ അവാർഡ്സ് എന്ന ഓപ്ഷൻ കാണാം. അങ്ങനെ അത് ഞെക്കിയതിന് ശേഷം അതിൽ വോട്ട് നൗ എന്നൊരു ഓപ്ഷൻ കാണാം. അങ്ങനെ വോട്ട് നൗ ഞെക്കിയതിന് ശേഷം അതിൽ ഒരു മെയിൽ ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്യാൻ പറയും. അതിൽ നമ്മളെ മെയിൽ ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്തതിന് ശേഷം അതിൽ വോട്ട് നൗ എന്നൊരു ഓപ്ഷൻ താഴത്ത് കാണാം. അങ്ങനെ വോട്ട് നൗ ഞെക്കിയതിന് ശേഷം ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്യാൻ പറയും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്താൽ അതിൽ ആർട്ടിസ്റ്റ് ഓഫ് ദ ഇയറിനെയും ചൂസ് ചെയ്യാൻ പറയും. അതിൽ നമുക്ക് ഫീമെയിലിനെയും ചൂസ് ചെയ്യാം, മെയിലിനെയും ചൂസ് ചെയ്യാം, ഏതെങ്കിലും ഒരാളെ ചൂസ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. സബ്മിറ്റ് ഞെക്കിയതിന് ശേഷം നമുക്കൊരു ആഡ് വരും. ആ ആഡ് ഫുള്ള് കണ്ടു തീർത്താൽ നമ്മളെ വോട്ട് സബ്മിറ്റ് ആവും. അങ്ങനെ ആഡ് കഴിഞ്ഞതിന് ശേഷം വ്യൂ വോട്ടിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് കാണും. ആ ഒരു ഓപ്ഷൻ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വോട്ട് ചെയ്ത സർട്ടിഫിക്കറ്റ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യുകയോ അതോ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്യാം. അപ്പം അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വോട്ട് സക്സസ്ഫുള്ളി സബ്മിറ്റ് ആവും. അപ്പോൾ ആർമീസേ, നമ്മുടെ ആർട്ടിസ്റ്റ് 3rd-ഉം 5th-ഉം പൊസിഷനിലാണുള്ളത്. നിങ്ങൾ എല്ലാ ദിവസവും ഈ ഒരു ആപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ആർട്ടിസ്റ്റ് ചിലപ്പം 1st-ഉം 2nd-ഉം പൊസിഷനിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഈ ഒരു ആപ്പിൽ കയറി നമ്മളെ ആർട്ടിസ്റ്റിന് വോട്ട് ചെയ്യുക.